നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷം നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന ദിനം നാളെ 1201 ഇടവമാസം 9-ാം തീയതി, അതായത് 2026 മെയ് മാസം 23-ാം തീയതി ശനിവാരം. നാളെ ശനിയാഴ്ച സൂര്യോദയം കാലത്ത് 6:05-നും അസ്തമയം വൈകിട്ട് 6:37-നുമാകുന്നു തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 9 മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. വളരെ ദുർബലമായ തിഥിയാണ് അഷ്ടമി തിഥി. ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാത്ത തിഥിയാണ് അഷ്ടമി. അത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും. പക്ഷെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് വളരെ നല്ലതാണ്. കൃഷ്ണാഷ്ടമി എന്ന പ്രമാണമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ, ശ്രീകൃഷ്ണൻ അഷ്ടമി രോഹിണി കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയിലാകുന്നു ജനിക്കുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് കറുത്തപക്ഷത്തിലെ അഷ്ടമി വളരെ ശുഭകരമായി ദിവസം കാണുന്നത്. നാളത്തെ ദിനം ശനിയാഴ്ച ഞാൻ പറഞ്ഞു. നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാകുന്നു. മകൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്ത നക്ഷത്രമാണ്. അശ്വതി മകം മൂലം അത് ഗണ്ടാന്ത നക്ഷത്രമാണ്. അതിനാദ്യത്തെ 15 നാഴിക, പ്രത്യേകിച്ച് ആദ്യം വരുന്ന 3:45 നാഴിക. നാളെ മറ്റൊരു ദോഷമുള്ളത്, നാളെ വിഷ്ടികരണമാണ്. വിഷ്ടി കരണത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാരണമാണ്. വിഷ്ടികാലെ കൃതം കാര്യം വിനാശം അധികച്ചതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ നാശോന്മുഖമാകുന്ന അവസ്ഥയെ പ്രാപിക്കുമെന്നാണ് ആചാര്യർ വിധിയെഴുതിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണി വരെ വിഷ്ടികരണമാണ്. പിന്നീട് മകൻ നക്ഷത്രത്തിന് മറ്റൊരു ദോഷം എന്താണ്? കൃത്രികാ ഭാഗ്യം മൂലാശ്ച മകാ ചിത്രാജ രേവതി ആദാതവ്യം ന ദാതവ്യം തച്ഛേഷന്തി വിനശ്യതി. കാർത്തിക ഭാഗ്യമുത്രം മൂലം മകം ചിത്ര രേവതി, ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങരുത്, കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷന്തി വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകും. അതിനാൽ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് മകമെന്നറിയും, ഗണ്ടാന്ത നക്ഷത്രമാണ്. അതിനാൽ നാളെ ശനിയാഴ്ച വളരെ ദുർബലമായ വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയുമാണ്. ഒരു ശുഭമുഹൂർത്തവും തരാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിർവാഹമില്ല. എങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസരം വരികയാണെങ്കിൽ നാളെ 12:05 മുതൽ 1 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് നിർബന്ധമായ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർപ്പക്ഷേത്രത്തിലേക്ക് പോകണം. അശ്വതിമകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം കേതുവാണ്. കേതു രാഹുവിൻ്റെ വാലാകുന്നു. സർപ്പത്തിൻ്റെ ശിരസ്സാണ് രാഹു, അതിൻ്റെ പുച്ഛം വാലാകുന്നു കേതു. അതിനാൽ നാളെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യാം. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമാകട്ടെ നിങ്ങളുടെ ദേവാലയങ്ങളും നമ്മുടെ അന്ധഃകരണവും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായ നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.